കുട്ടിപ്പട്ടാളങ്ങളാണല്ലോ. ഇവരൊക്കെ ആര്? ആരാണ്? മനസ്സിലായില്ല. ഇവിടുത്തെ ആളാണോ? ഇവിടുത്തെ ആളാണോന്ന് ചോദിച്ചാ ആണെങ്കി അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. ശിവനെ, ഇതെന്റെ ഏത് മക്കള്? ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല ദൈവമേ. കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങൾക്ക് വീട് മാറിപ്പോയതാ. ഏയ്, ഞാൻ ഇതിനു മുമ്പും ഇവിടെ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ട്. അതെ എങ്കിലേ, ഇവളുടെ അച്ഛൻ ഇവിടെ ഉണ്ട്. ഞാൻ കളക്ടർ ശാലിയുടെ മോളാ. ഇത് പത്മിനി എന്ന പപ്പി. ഇവളുടെ അച്ഛൻ രോഹിത്ത ഇവിടെ ഉള്ളത്. ആ, അത് പറ. മോള് ശാലിനി മേഡത്തിന്റെ മോളാണല്ലേ? അപ്പൊ ഇത് രോഹിത്തിന്റെ മോള്. ആ, വാ രണ്ടുപേരും വാ. വാ വാ രണ്ടാളും വാ. വാ ഇരിക്കുന്നത്. വാ ഇവിടെ ഇരിക്കും. ആ മിടുക്കി. ആ, ഇനി പറ. അച്ഛനെ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാൻ വന്നയാണോ? അല്ല അങ്കിളേ, നാളെ ഇവിടെ അച്ഛനെ വിളിച്ചോണ്ട് ചെന്നാലേ ടീച്ചർ ക്ലാസ്സിൽ കേട്ടു എന്നാ പറഞ്ഞിരിക്കുന്നേ. അത് പറയാൻ വേണ്ടി ഞങ്ങൾ വന്നത്. ഇവളുടെ അച്ഛനെ ഒന്ന് വിളിക്കാവോ? അച്ഛനെ വിളിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ കൂടെ വരുമെന്നാ സംശയം. അങ്കിള് വിളിക്കങ്ങളെ, ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടെ. ശരി, ഇനി ഞാനായിട്ട് വിളിച്ചില്ലാന്ന് വേണ്ട. രോഹിത്തേ, രോഹിത്തേ. ആ എടാ, നിന്നെ കാണാൻ വേണ്ടിട്ട് ഒന്ന് രണ്ടുപേര് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നേ. ഓ, ഇപ്പൊ വരേ. രോഹിത്തേടാ, എങ്ങോട്ട് വന്നേ. ഇപ്പൊ വിളിച്ചോണ്ട. രോഹിത്തേ, രോഹിത്തേ, രോഹിത്തേ. രോഹിത്തേ. അല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്ന്? കൂടെ വേറെ ആരും വന്നില്ലേ? അങ്കിളിന് കണ്ണുണ്ടൂടെ? ഞങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, രണ്ടുപേരില്ലേ? പറയുമ്പോൾ അത് ശരിയാണല്ലോ. ഞാൻ എന്തൊരു ഒട്ടം ചോദ്യം ചോദിച്ചില്ലേ. ഞാൻ വിളിക്കാവേ. രോഹിത്തേ, നിന്നെ കാണാൻ രണ്ടുപേരും വന്നിരിക്കുന്നു. വേഗമാ. നല്ല കോലം അല്ലേ? ഇങ്ങോട്ട് വാ. ഇനി നിങ്ങൾ വിളിച്ചോണ്ട് പോവുകയോ സംസാരിക്കോ എന്താന്ന് വെച്ചാൽ ആയിക്കോ. വീഴാതെ വാ. നിന്റെ മോള് വന്നത് ഇപ്പോണ്ട്. അവിടുത്തെ സംസാരിക്കേ. വാ വാ വാ. ഇവിടെ ആളതെ മുന്നേ കൊണ്ട് നിർത്തി തന്നു. പോയി. അച്ഛൻ എപ്പോഴും കള്ളു കുടിച്ച് ഇവിടെ തന്നെ കിടക്കുവല്ലേ? അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അച്ഛനെ കണ്ട ഒരു കാര്യം പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അച്ഛൻ നാളെ സ്കൂൾ വരെ ഒന്ന് വരണം. സ്കൂളിലോ? ഞാനോ? എന്തിന്? പപ്പിയെ നാളെ ക്ലാസ്സിൽ കേട്ടണമെങ്കിൽ അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലണോന്നാ ടീച്ചർ പറഞ്ഞിരിക്കുന്നേ. അച്ഛൻ നാളെ സ്കൂളിൽ വരുമോ അച്ഛാ? എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് വരാൻ വിഷ്ണുവിനെ വിളിച്ചോണ്ട് പോവോ? ഇത് നല്ല കൂട്ടു. എടാ, സ്വന്തം അച്ഛൻ ചെല്ലേണ്ട സ്ഥാനത്ത് മറ്റാരെങ്കിലാണോ ചെല്ലേണ്ടത്? എടോ, തന്റെ കൊച്ചിന്റെ കാര്യമാകുമ്പോ താൻ പോണോ? ജഗദീപേ, ജഗദീപേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. എന്റെ സുസു, അതങ്ങനല്ല. ഈ കുട്ടി എന്ത് സന്തോഷത്തോടെ എന്റെ അച്ഛനെ കാണാമെന്ന് നോക്കി. പാവം മോള് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? എനിക്ക് ഈ കുട്ടികളുടെ സങ്കടമൊക്കെ മനസ്സിലാവും. രോഹിതേ, താൻ നാളെ കൊച്ചിൻ്റെ ഒപ്പം സ്കൂളിൽ പോണം കേട്ടോ. ജഗദീപേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടരുതെന്ന് ഞാൻ ഒരു തവണ പറഞ്ഞു. ഈ കുട്ടികൾ ആരെ ഇവിടെ കൊണ്ടുവന്നത്? ആരും കൊണ്ടുവരെ? അവർ രണ്ടുപേരും കൂടെ തനിയെ ഇങ്ങ് പോകുന്നത്. എങ്ങനെ വന്നാലും ആര് കൊണ്ടുവന്നാലും ശരി, രോഹിത് വരില്ല. നിങ്ങൾ ഇവിടുന്ന് പോ. ഇല്ല, അച്ഛൻ വരാതെ ഞങ്ങൾ ഇവിടുന്ന് പോയില്ല. വെറുതെ ചിണുങ്ങല്ലേ കൊച്ചെ. രോഹിത്തെ, നിനക്ക് ഇനി ഇവളുടെ അച്ഛനാവാൻ പോണമെന്നുണ്ടോ? അത് ഞാൻ എന്റെ സുസു കണ്ണിച്ചോര ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കരുത് കേട്ടോ സുസു. ഇവൻ അച്ഛനാവുന്ന എന്തിനാ? ഓൾറെഡി അച്ഛനാണല്ലോ.
പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത്? ജഗദീപേ, നിനക്ക് ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ ഇവരുടെ അച്ഛനായിട്ട് നീ ചെല്ല്. ഞാനാ അച്ഛനായിട്ടാ? സുസു, അതിന് നീ ആയിട്ട് എനിക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ചെവിടടിച്ച് പൊട്ടിക്ക് ഞാൻ. മിണ്ടാ നിക്കവിടെ. ഞാൻ നിർത്തി. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയെ. അച്ഛനും അമ്മയായിട്ടൊന്നും ഇവിടുന്ന് ആരും വരില്ല. അത് അച്ഛൻ പറയട്ടെ. ആ നാളെ അച്ഛൻ വരില്ലേ അച്ഛാ? അച്ഛൻ വരില്ലേ? അച്ഛൻ വന്നില്ലെങ്കിൽ ടീച്ചർ എന്നെ തല്ലും. ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി നിർത്തുകയും ചെയ്യും. കൊച്ചേ, ഇവിടുന്ന് ഇറങ്ങിപ്പോ. അച്ഛൻ വരില്ല എന്ന് പറഞ്ഞാ വരില്ല. അച്ഛൻ വരാതെ ഞാൻ പോവില്ല. പോവില്ലെന്നോ? എന്നാ അതെനിക്കൊന്ന് കാണണമല്ലോ. പൊക്കോണം രണ്ടും ഇവിടുന്ന്. രോഹിത്തങ്ങളെ, നാളെ വരാന്ന് പറയങ്ങളേ. വന്നില്ലെങ്കിൽ ടീച്ചർ പപ്പി തല്ലുവാങ്ങളേ. നാളെ താനൊക്കെ ഒരു അച്ഛനാണോ? തന്റെ മനസ്സ് കല്ലുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എടോ, തന്നോടുള്ള സ്നേഹം കൊണ്ടല്ലോ ആ കൊച്ചുങ്ങൾ നിങ്ങളെ തിരക്കി ഇവിടെ വന്നത്. എടോ, ചെല്ലാന്ന് പറഞ്ഞോ അങ്ങോട്ട്, ചുമ്മാ ഇവിടെ കയറിയിരിക്കാതെ. അച്ഛാ, അച്ഛൻ വരൂ അച്ഛാ. രോഹിത്തങ്ങളെ, നാളെ വരൂ അങ്ങളേ. മര്യാദക്ക് ഇറങ്ങി പോവാൻ പറഞ്ഞ കേക്കില്ല ലേഡി. വാ ഇവിടെ, നടക്ക് നടക്ക്. ഞാൻ സൂപ്പർ. ഇറങ്ങി പോ ഇവിടുന്ന്. എന്റെ സുസു, ഇത്രയും ദുഷ്ടതരൊന്നും കാണിക്കരുത് കേട്ടോ. എനിക്കറിയില്ല പപ്പി. ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ ദ്രോഹിച്ചാലേ ദൈവം പോലും പൊറുക്കത്തില്ല. നിനക്ക് എന്റെ കൂടെ ഇവിടെ പൊറുക്കണമെങ്കിൽ മിണ്ടാണ്ട് നിന്നോണം. ഇവിടെ ഞാൻ പറയുന്നതും കേട്ട് ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം നിന്നാ മതി എന്നാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇറങ്ങിക്കോ, എനിക്കൊരു പരാതിയില്ല. അത് കൊച്ചു കുട്ടികളല്ലേ, അവര് പോയൊന്നെങ്കിലും നോക്കണ്ടേ? നിക്കവിടെ. അവർക്ക് വരാൻ അറിയാമെങ്കിൽ പോവാനും അറിയാം. എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരൊന്നും അല്ല. നല്ല ബുദ്ധി സാമർഥ്യം ഉള്ളവർ തന്നെയാ. അവര് നിന്നേക്കാൾ നന്നായിട്ട് വഴിതെറ്റാതെ വീട്ടിൽ ചെന്നോളൂ. പിന്നെ അവരുടെ അമ്മയുണ്ടല്ലോ ശ്യാമ, അവളാ വഴിയിലെങ്ങാനും നിന്നിട്ട് പിള്ളേരെ പറഞ്ഞു വിട്ടതല്ലാന്ന് ആര് കണ്ടു? ഇതും ഇതിനപ്പുറം ചെയ്യുന്നവളാ അവള്. അപ്പൊ ആ കുടുംബത്തിലെ കുട്ടികളല്ലേ, ഇതും ചെയ്യും ഇതിനപ്പുറം ചെയ്യും. കേട്ടിട്ടില്ലേ, അമ്മ വേലി ചാടിയാ മകള് മതില് ചാടുന്നു. ശാരദാമ്മയുടെ പെമ്മക്കളൊക്കെ ചാട്ടക്കാരാ. അപ്പൊ പിന്നെ കൊച്ചുമക്കള് ചില്ലറക്കാരാവോ? അവരും ചാടും. നോക്ക്, വാതിലെങ്ങാൻ തുറന്നു പോയാ കൈ ഞാൻ വിട്ടു. രോഹിത്തെ, ഇനിയെങ്കിലും നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ആ കുടുംബം ആ കുടുംബത്തിലെ ആൾക്കാരുമായിട്ടുള്ള സഹവാസവും കാണലും ഒക്കെ എന്നേക്കുമായിട്ട് നിർത്തിയാലേ നീ രക്ഷപ്പെടും. പറ്റുമെങ്കിൽ കേക്ക്, ഇല്ലെങ്കിൽ ചെന്ന് നശിക്കും. അല്ല പിന്നെ ജഗദീപ, ആ കുഞ്ഞുങ്ങൾ വാതിൽക്കൽ നിൽക്കുകയാണെങ്കിലോ വിളിക്കുകയാണെങ്കിലോ വാതിൽ തുറന്നു പോരുത്. കുറെ നേരം നിന്ന് കാല് മരവയ്ക്കുമ്പോ പൊക്കോളും. മനസ്സിലായോ? ഞാൻ തുറക്കൂല, കൊന്ന പോലും തുറക്കൂല. നീ ഒരു മനുഷ്യനാണോ? തന്തയാന്നും പറഞ്ഞ് നടക്കുന്നു. നാളെ എവളുടെ വാക്കം കേട്ട് സ്വന്തം കൊച്ചിനെ തല്ലി ഓടിക്കേ. കഷ്ടം. പാവം നിങ്ങൾ പേടിച്ചു പോയിക്കണം. നീയൊക്കെ ഈ ശാപമൊക്കെ മേടിച്ചു കൂട്ടിയിട്ട് എങ്ങനെ ജീവിക്കുന്ന? നശിച്ചു ഓടി. അച്ഛൻ അറിഞ്ഞോട്ടാണോ അമ്മ ഈ വീട് വീടാന്തരം കേറിയ വീട്ടിൽ ഈ പണിക്ക് പോകുന്നേ? എടാ,
അമ്മയെ പോലെ ജീവിച്ച ഒരാൾക്ക് ഈ പണി പറ്റുവച്ചാ? വെറുതെ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കാന്നല്ലാതെ ഇതുകൊണ്ട് എന്ത് നേട്ടം നമുക്കുള്ളേ? അച്ഛൻ പറ. എടാ, ഇതൊക്കെ നിന്റെ അമ്മയുടെ തീരുമാനങ്ങളാ. അതിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? പറഞ്ഞാൽ തന്നെ ഭാമ ഇത് അംഗീകരിച്ചിരുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? എല്ലാം ചെയ്യുന്നത് സ്വന്തം ഇഷ്ടത്തോടെയാ. ആ, സ്വന്തം ഇഷ്ടം നോക്കിയിട്ടേ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് വന്ന് നിൽക്കുന്ന ഇപ്പൊ ഇവിടെയാ. ഇനിയിപ്പോ വിൽക്കാൻ വേണ്ടിയിട്ട് ആകെ കൂടി കയ്യിലുള്ളതേ കുറച്ച് ആത്മാഭിമാനം മാത്രമാ. അതും അമ്മ ഇല്ലാതാക്കും, അതെനിക്ക് ഉറപ്പാ. അതിന് വേണ്ടിയിട്ടാണ് അമ്മ ഈ കാണിച്ചു കൂട്ടുന്നത് മൊത്തം. എടാ മോനെ, ഏത് തൊഴിലും അതിൻ്റെതായ അന്തസ്സുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളായി ഞാൻ. പക്ഷേ തന്നെ കൊണ്ട് ഇതും ചെയ്യാൻ സാധിക്കുമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള അവളുടെ ഒരു ശ്രമം മാത്രമാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. എന്നെ ആർക്ക് തോൽപ്പിക്കാനാവില്ല. ഞാൻ ഏത് പ്രതിസന്ധിയും നേരിടാൻ പ്രാപ്തിയുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം, അത് മാത്രമാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. എന്റെ അച്ഛ, ജീവിക്കാനായിട്ട് ഞാനൊരു ജോലി ചെയ്യുന്നില്ലേ? അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മതി നമ്മുടെ ഈ കൊച്ചു വീട് സുഖമായിട്ട് കഴിയാൻ. അപ്പൊ പിന്നെ വീട് വീണാന്തര സത്യം ഈ പലഹാരം കൊണ്ടു കിടന്നിട്ടാണ് ഈ കുടുംബം കഴിയുന്നത് പറയാൻ പറ്റുമോ? അച്ഛ, എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ എന്റെ അമ്മ. നാട്ടുകൂട്ടം നടത്തിയിട്ട് പഞ്ചായത്ത് നിയമങ്ങൾ സ്വന്തം വീട്ടിലിരുന്ന് നടത്തിയിരുന്നെന്ന് ആത്മാഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഞാനിപ്പോ അമ്മയുടെ ദയനീയായിട്ടുള്ള കാഴ്ച കണ്ടിട്ട് മനസ്സ് തകർത്തിട്ടാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നേ. നിനക്ക് അച്ഛന്റെ അവസ്ഥ അറിയാലോ. നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവരുന്നതിന്റെ പങ്കുകൊണ്ട് മിണ്ടാതെ ഒരാടാതെയും കഴിയേണ്ട അവസ്ഥയാ. സ്വന്തം ഇഷ്ടത്തിനൊത്ത് ചലിപ്പിക്കാനാവാത്ത ശരീരത്തിന്റെ ഉടമയ്ക്ക് വാക്കുകളിൽ അപേക്ഷയുടെ സ്വരം മാത്രമേ ഉണ്ടാകാവൂ. ആജ്ഞാപിക്കാൻ പാടില്ലെന്നല്ല, കെൽപ്പില്ലടാ. നാട്ടുഭാഷയിലാ പറയുന്നെങ്കിൽ ആവതില്ലാത്തവൻ ഏതെങ്കിലും ഒരു മൂലയെ കുത്തിരിക്കണമെന്നൊക്കെ പറയും. അതാ അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എടാ മോനെ, അമ്മ വീട് വീഴാന്തരം കയറി കിടക്കുന്ന കണ്ടിട്ട് എന്റെ മോൻ വിഷമിച്ചില്ലേ? അങ്ങനെ നടക്കാൻ പറ്റാതെ മനസ്സ് തളർന്നിരിക്കുന്ന ഈ അച്ഛന്റെ അവസ്ഥയും എന്റെ മോനെന്നറിയണം. സ്വതന്ത്രമായി ശബ്ദമില്ലാത്തവന് എല്ലാ മൂകസാക്ഷിയെ നോക്കി നിൽക്കാനേ പറ്റൂ. ഒന്ന് കരയാനാണെങ്കിലും മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് വേണം അതും ചെയ്യാം. നീ ലോറി ഡ്രൈവറെ ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോ ആദ്യം എതിർത്തതും ഭാമ തന്നെയാ. പരാതി വന്ന് പറഞ്ഞതും എന്നോട് തന്നെ. നീ ഇപ്പൊ അവൾക്കെതിരെ പറഞ്ഞത് തന്നെ ഒന്ന് ഭേദപ്പെടുത്തി അന്ന് ഭാമയും പറഞ്ഞതേ. എങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന മകനാ. രാജാവിനെ പോലെ വളർത്തി വലുതാക്കിയ മകൻ കേവലം ഒരു ഭൃത്യനെ പോലെ ജോലി ചെയ്യുന്നത് കണ്ടപ്പോ അവക്കും സഹിച്ചില്ല. ലോറി ഓടിക്കാൻ പോകുന്നത് അവൾക്കൊട്ടും സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അന്ന് ഞാൻ ഭാമയോട് പറഞ്ഞത് തന്നെ ഇപ്പൊ നിന്നോടും പറയാ. എടാ മോനെ, എല്ലാ പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. വേലി കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി അവൾ സാധനം വിൽക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവളത് ചെയ്യട്ടെ. എടാ, നിനക്ക് നിന്റെ അമ്മയുടെ കാര്യം അറിയാലോ. അഭിമാനം അത് വിട്ടുള്ള ഒരു കാര്യത്തിനും അവൾ നിൽക്കൂല. അന്ന് നിന്റെ പണം ഇപ്പോഴെ ചെലവിന് ആവശ്യമില്ലാന്ന് പറഞ്ഞതും ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ. ഇതേ അഭിമാനമല്ല, ദുരഭിമാനമാ. ഒരു ഗതിയും പരഗതിയില്ലാതെ നമ്മളിപ്പോ കഴിയുന്നത് ഈ വാടക വീട്ടിലാ. പണ്ടത്തെ മന്ത്രിമാരൊന്നും സ്വപ്നത്തിൽ പോലും ഇനി നമ്മുടെ മുന്നിൽ വരില്ല. എന്നിട്ട് എന്റെ കാശിപ്പോടെ വേണ്ട. സ്വന്തം കാശ് കൊണ്ട് അധ്വാനിച്ച പണം കൊണ്ട് എന്തും ചെയ്യൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്താച്ചാ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അച്ഛാ, എന്റെ കാശിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഈ വീട്ടിൽ ഞാനിങ്ങനെ എല്ലാം സഹിച്ച് ഉണ്ടുറങ്ങുന്നത് എന്താണെന്നറിയോ അച്ഛനെ? അറിയോ? എന്റെ അച്ഛനും അമ്മയാണെന്നുള്ള ബോധവും കരുതലും എനിക്കുള്ളതുകൊണ്ടാ. അച്ഛേ, എന്നെങ്കിലും ഒരിക്കൽ എന്റെ പണത്തിന് ആവശ്യം വരും. അന്ന് അതിന്റെ നേരെ മുഖം തിരിക്കരുന്ന് പറയണം അമ്മോട്. ഇതൊക്കെ നീ എൻ്റെ അടുത്ത് പറയണ്ട എന്നുള്ള കാര്യം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു യന്ത്രമാ. ആരൊക്കെയോ പ്രവർത്തിപ്പിച്ച മാത്രം പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം. ഇവിടെ നിങ്ങൾ അമ്മയും മോനുമോ ഈ വീട്ടിൽ ജോലിക്കായിട്ട് പോകുന്നതേ. നിങ്ങൾ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ച് നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ എനിക്കിപ്പോൾ നിർവാഹമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പണിക്ക് പോകണം. അപ്പോൾ എനിക്കെൻ്റെ രീതിയിൽ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കാനും പറ്റും. പക്ഷേ എൻ്റെ ഈ അവസ്ഥ വെച്ച് ഞാൻ എന്ത് പണിക്കാടാ പോവാ? അല്ലെങ്കിൽ പിന്നെ ഒരു ലോട്ടറി കച്ചവടത്തിനും പോകണം. അതാവുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത്
ചടഞ്ഞോടി നിന്നാ മതിയല്ലോ. ആ ഇനി അതും കൂടി അച്ഛൻ ഞാൻ കാണാൻ ബാക്കിയുള്ളൂ. എല്ലാരും കൂടി കൂട്ട കുറേയധികം ആൾക്കാരെ മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ നിന്റെ അമ്മ. ആക്ഷേപിച്ചിട്ടുണ്ട്. അതിലൊരാളാ നമ്മുടെ ശാരദാമ്മ. ഇന്ന് അവര് ചെയ്യുന്ന പണിയേക്കാൾ ഒരല്പം ശേല് കുറഞ്ഞ പണി ഭാമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവനിശ്ചയമാ. മുൻകൂട്ടി തയ്യാറാക്കിയ ഈശ്വരന്റെ തീരുമാനം. അതുമാത്രം നീ ഇപ്പം മനസ്സിലാക്കിയാൽ മതി. ഞാനൊന്ന് കിടക്കട്ടെ. കുറെ നേരമായിട്ടുള്ള നിൽപ്പാ. വേറെ എന്താ പണി? ഈ നിപ്പ് ഇരിപ്പം കിടപ്പൊക്കെ തന്നെയാ. വേണ്ടടോ. ആ ശാലിനി, വിഷ്ണുട്ടാ, പപ്പിയും സത്യയും സ്കൂളിൽ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? അവരിതെവിടെ പോയി? അറിയില്ല. ശാന്തേച്ചി എന്നപ്പോ കുട്ടികൾ പോയിന്ന് സെക്യൂരിറ്റി പറയുന്നു. അതുമല്ല, ക്ലാസ്സിൽ നിന്ന് നേരത്തെ വിടുകയും ചെയ്തു. ആ ഇപ്പോ ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ എല്ലാ മക്കൾ അവരൊരു ഓട്ടോ പിടിച്ച് പോന്നോളൂ. ഞാനേ ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്കൂളിൽ പോയിട്ട് നോക്കാം. നീ ടെൻഷൻ അടിക്കാതിരിക്കേ. ശരി വിഷ്ണുട്ടാ. എന്താടി പറഞ്ഞേ? വിഷ്ണുട്ട സ്കൂളിൽ പോയി നോക്കാന്ന് പറഞ്ഞു. ഇന്ന് വരട്ടെ രണ്ടും കൂടെ. നീ പാനെ വിളിക്കുന്നേ? ഞാൻ ആ സെക്യൂരിറ്റിയുടെ നമ്പറിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യായിരുന്നമ്മ. ശാന്തേച്ചിയുടെ കണ്ണിപ്പെടാതെ അവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോന്ന് അയാളുടെ രീതിയിലും അയാളെ കൊണ്ടുവന്ന് നോക്കിപ്പിക്കാനായിരുന്നു. അയാൾ എടുക്കുന്നില്ല. ഈ പിള്ളേരുടെ ഫോൺ ഓണാക്കിയിട്ടില്ലല്ലോ മോളെ? ഇല്ലെന്നേ. സ്കൂൾ സമയം കഴിയുമ്പോ തന്നെ അവര് സാധാരണ ഫോൺ ഓണാക്കുന്നത്. പക്ഷെ രണ്ടുപേരും ഫോൺ ഓണാക്കിയിട്ടില്ല. മോളെ, എനിക്കാകെ പേടിയാകുക. അവര് വല്ല അപകടത്തിലും ചെന്ന് ചാടിക്കാണുമോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ. ഇതിപ്പം സ്കൂള് നേരത്തെ വിട്ടതുകൊണ്ട് അവരൊരു ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോന്നിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ചിലപ്പോ ആ വരുന്നത് അവരായിരിക്കും. അവര് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരാണല്ലോ. കുഞ്ഞുങ്ങളാ, ഇതെവിടെ പോയിന്നറിയാതെ നമ്മൾ എങ്ങനെ ഇവിടെ സമാധാനായിട്ട് ഇരിക്കുന്നേ? ജഗദീപ. ജഗദീപ് പറയൂ. ഹലോ. മാഡം, ഞാനിപ്പോ ഈ സുസ്മിതയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്.
കുട്ടികൾ രണ്ടുപേരും കൂടി ഇവിടെ കുറച്ചു മുമ്പ് രോഹിത്തിനെ തിരക്കി വന്നായിരുന്നു. അല്ല അവരവിടെ വന്നോ? ആ അതെ വേണം. രോഹിത്തിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത്. പക്ഷെ ഇവിടുത്തെ പൂതനയില്ലേ, അവള് സമ്മതിച്ചില്ല. അവളെ കണ്ണീച്ചോരയില്ലാതെ ആ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല മാഡം.